നമസ്തേ. ഓം നമഃശിവായ. ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിരിക്കുന്ന ശരയോഗധ്യാനം എന്ന ഈ ഒരു പരിശീലന കോഴ്സ് പഠിതാക്കളിൽ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ശാരീരികമായ ഊർജ്ജസ്വലതയും മാനസികമായ ശാന്തിയും ശക്തിയും ബൗദ്ധികമായ സൂക്ഷ്മതയും ആത്മീയമായ പല അനുഭവങ്ങളും ധാരാളം ഉപാസകർക്ക് ഏതാനും ദിവസത്തെ പരിശീലനങ്ങൾ കൊണ്ടുണ്ടായിട്ടുണ്ട്. ഹിമാലയൻ സിദ്ധാശ്രമം മെയ് മാസത്തിലാണ് ശരയോഗത്തിൻ്റെ ആദ്യ ബാച്ച് ആരംഭിച്ചത്. നിലവിൽ 4 ബാച്ചുകളിലായി 400-ലധികം പഠിതാക്കൾ ശരയോഗം അഭ്യസിക്കുന്നുണ്ട്. അവരുടെ ഏതാനും ചില അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. നമസ്തേ. ഞാനിന്ന് ശരയോഗം പ്രാക്ടീസ് ചെയ്തായിരുന്നു. അപ്പം സമർപ്പണം വന്ന ഞാൻ ഗുരുമന്ത്രം ചൊല്ലുന്ന സമയത്ത് എനിക്ക് മൂലാധാരത്തിൽ നിന്ന് ഒരു ശക്തമായൊരു ഫോഴ്സ് മേളിലേക്ക് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ത്രൂ ഔട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴെല്ലാം എനിക്കിങ്ങനെ കണ്ണടച്ച് ഇരുന്നപ്പം പ്രശാന്തിദാനം ചെയ്യുമ്പോഴെല്ലാം ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രകമ്പനവും പിന്നെ എന്തോ ഒഴുകുന്ന പോലത്തെ ഒരു സൗണ്ട്, ഒരു മർമ്മരം പോലത്തെ ഒരു സൗണ്ട്. എനിക്ക് തോന്നുന്നു ബ്ലഡ് ഫ്ലോയുടെ ആണെന്ന് തോന്നുന്നു, അറിയാൻ മേല. ഒരു മർമ്മരം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു അതിൻ്റെ ഒരു പ്രകമ്പനവും എല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു ഭയങ്കര ഫോഴ്സായിരുന്നു അത്. അപ്പോൾ അത് ഫുള്ളിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ സമർപ്പണം ചൊല്ലി ഗുരുമന്ത്രം ചൊല്ലിയപ്പോഴത്തേക്കും മൂലാധാരത്തിൽ നിന്ന് ഭയങ്കര ഒരു ഫോഴ്സ് വന്നേ. അത് ഹാർട്ടിൻ്റെ ഏരിയയിൽ എനിക്ക് എപ്പോഴും ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ അതിലേക്ക് വന്നിട്ട് മുകളിലേക്ക് സഹസ്രാരത്തിലേക്ക് വന്നിട്ട് ആജ്ഞയിൽ പ്രകാശം ഭയങ്കര തെളിഞ്ഞു വന്നിട്ട് ഫുൾ പ്രകാശത്തിലിരുന്ന ഞാൻ പിന്നെ ഫുള്ള് അവസാനം ഞാൻ കുറേ നേരം കണ്ണടച്ച് ധ്യാനിച്ചായിരുന്നു. അപ്പോൾ ആ പ്രകാശത്തിലിരുന്ന് കുറേ നേരം ഞാൻ ധ്യാനിച്ചു. ഇപ്പോഴും എനിക്ക് കണ്ണടയ്ക്കുമ്പോൾ ആ പ്രകാശം ഉള്ളിൽ കാണുന്നത് വല്ലാത്തൊരു പ്രശാന്തത, ഒരു സമാധാനം. പിന്നെ ഞാൻ ഗുരുജിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഫെബ്രുവരി മുതൽ ഇങ്ങനെ അമൃത് ട്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. അത് ഇപ്പോൾ ശരയോഗം പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേതെനിക്കൊരു ഫേസൊക്കെ വരെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ഡ്രിപ്പ് ചെയ്യുമ്പോഴേക്കും അത് കൈകളിലേക്കും കാലിലേക്ക് വീഴുന്നതും ഒക്കെ, വയറ്റിലേക്ക് വീഴുന്നതും ഹൃദയത്തിലോട്ട് പോകുന്നതും സ്പൈനിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വല്ലാത്തൊരു സമാധാനം എല്ലാം. ഇപ്പം നേരത്തെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനത്തിലിരിക്കുമ്പോഴും ഭഗവാന്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴും ആയിരുന്നു എനിക്കിങ്ങനെ അമൃത് ഡ്രിപ്പ് ചെയ്യുന്ന ഫീൽ ഇത് വരാറുണ്ടായിരുന്നേ. ഇപ്പം അത് പിന്നെ നൈറ്റ് ടൈമിൽ ഉണ്ടായിരുന്നു നന്നായിട്ട്. ഇപ്പം അത് ത്രൂ ഔട്ട് ദ ഡേ, അത് ഇല്ലാത്ത സമയം ഭയങ്കര കുറവാണ്. ത്രൂ ഔട്ട് ദ ഡേ ഇങ്ങനെയാണ് ഫുൾ ടൈം. ഞാനപ്പം എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും എനിക്കിത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഉള്ളിൽ നിന്നൊരു സമാധാനമാണ്. അപ്പോൾ എനിക്കത് ആ സമാധാനത്തിലിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല. കാരണം എനിക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ പ്രസന്റ് മൊമെൻറ്റിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഉള്ളിൽ നിന്നൊരു സമാധാനം. ഇപ്പം ഈ പരിശീലനോടെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഇഫക്റ്റ് ഭയങ്കരമായിട്ടും ഇൻറ്റൻസിറ്റി കൂടി. ഇതിൻ്റെ ഒരു ഇഫക്റ്റ് ഭയങ്കരമായിട്ടും മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറയാം. അപ്പോൾ അത് ഭയങ്കര ഒരു ഫീലാണ്. ഭയങ്കര ഒരു കൂളായിട്ട് മനസ്സ് വയ്ക്കാൻ പറ്റുന്നുണ്ട്, ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഉള്ളിൽ നിന്ന് സന്തോഷം, ഉള്ളിൽ കണ്ണടയ്ക്കുമ്പോൾ ഇങ്ങനെ പ്രകാശിപ്പ് നിറഞ്ഞു നിൽക്കുക. ഒത്തിരി നന്ദിയുണ്ട് ഗുരുജി, ഭഗവാനാണ് കൊണ്ടെത്തിച്ചത്. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമസ്തേ. മുകളിലുള്ളത് നമ്മുടെ ഒരു ഉപാസകൻ്റെ ഒരു ചോദ്യമാണ്. ഇത് ധാരാളം പേര് ശരയോഗം പ്രാക്ടീസ് ചെയ്തതിൽ പിന്നെ ഇത്തരത്തിൽ ഉള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. കാരണം ശരയോഗം ചെയ്തു കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, ഉള്ളിൽ നിന്ന് നിറയുന്ന ഒരു പുഞ്ചിരി, നിറയുന്ന ഒരു സന്തോഷം വരുന്നു. നമുക്ക് സാധാരണ സന്തോഷം വരണമെങ്കിൽ എന്ത് വേണം? സന്തോഷം നൽകുന്ന എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള സംഗതികൾ വേണം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ ടൂർ പോകുമ്പോൾ, ഒരു വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ, അങ്ങനെ ബാഹ്യമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇന്ദ്രിയങ്ങൾ കാണുക, കേൾക്കുക, രുചിക്കുക, സ്പർശിക്കുക, മണക്കുക, ഇതിൽ നിന്ന് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് അല്ലേ? ഇത് നമ്മളൊന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ശ്വാസത്തെ ശ്രദ്ധിച്ച് അതിൽ ശരസങ്കല്പ ധ്യാനമൊക്കെ ചെയ്ത് ഉള്ളിലേക്ക് ഇരിക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്ത പുഞ്ചിരി, എന്തെന്നില്ലാത്ത സന്തോഷം, ചിലർ പറയുന്ന എന്തെന്നില്ലാത്തൊരു നിറവ്, ഒരു ആനന്ദം, ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത എന്തോ ഒരു ശക്തി, ഒരു ചൈതന്യം, ഒരു എനർജി വരുന്നു. നന്നായിട്ട് പുഞ്ചിരിക്കുന്നു. അത് ഉള്ളിൽ നിന്നുള്ള പുഞ്ചിരി പുറത്തേക്ക് വരുന്നു, ചിരിയായി മാറുന്നു. വളരെ നല്ലതാണ് ആ ഒരു സ്റ്റേജ്. നമ്മൾ നന്നായിട്ടൊന്ന് പുഞ്ചിരിക്കണമെങ്കിൽ ഉള്ളു നിറയണം, ഉള്ളു ശാന്തമാകണം അല്ലേ? നമ്മൾ പറഞ്ഞ ഹാപ്പിനെസ് ഹോർമോണുകൾ നമ്മുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടണം. നമ്മുടെ ന്യൂറോ സിസ്റ്റം, നമ്മളുടെ മൈൻഡ് റിലാക്സ്ഡ് ആകുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളു നിറഞ്ഞൊരു സന്തോഷം, ഒരു സംതൃപ്തി, ഒരു ആനന്ദം നമുക്ക് വരിക.
അപ്പോൾ ഇത് ധാരാളം പേർക്ക് ഈ പ്രാക്ടീസ് തുടങ്ങിയതിൽ പിന്നെ ഉണ്ട്. അത് വളരെ നല്ലതാണ്. ആ പുഞ്ചിരിയെ, ആ സന്തോഷത്തെ, ആ ചിരിയെ കൂടുതൽ ആഴത്തിൽ ആസ്വദിക്കുക. ഓക്കെ, നമസ്തേ. നമസ്തേ ഗുരു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ 16-ാം തീയതി മുതലാണ് ബേസിക് ലെവൽ 3 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് 26 കറക്റ്റ് 10 ദിവസം തികഞ്ഞു. ഒരുപാട് മാറ്റങ്ങളുണ്ട് ജീവിതത്തിൽ, വലിയ വ്യത്യാസങ്ങൾ കാണാം. പിന്നെ ഓർമ്മ നന്നായിട്ട് പഴയ മറന്ന കാര്യങ്ങളും ചില കാര്യങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞ് ചിലതൊക്കെ മറന്നു പോകും. പെട്ടെന്നൊരു വെപ്രാളം, അപ്പം പെട്ടെന്ന് മറന്നു പോകും. ചില കാര്യങ്ങൾ പഴയ കുറച്ച് വെച്ചിട്ട് കഴിച്ച് മാറിയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ അത് മറന്നിരിക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും ശ്രദ്ധ കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ ജീവിതത്തിൽ ആകെ ഒരു വ്യത്യാസം, ശാരീരികമായിട്ട് കുറച്ച് വണ്ണം ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ശരീരത്തിലുള്ള ഫുഡിൻ്റെ കാര്യങ്ങളും ഗുരു പറഞ്ഞ കണക്ക് ആഹാരത്തിൻ്റെ ക്രമങ്ങൾ വരുത്തിയും അങ്ങനെയൊക്കെ ചിട്ടകൾ വരുത്തിയും പിന്നെ 2 നേരമാണ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത് ശരീരയോഗം, രാവിലെയും രാത്രിയും. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് വന്നപ്പം ഒരുപാട് വ്യത്യാസം, ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നമ്മൾ സമൂഹത്തിൽ പോകുമ്പോഴും ആൾക്കാരെ കാണുമ്പോഴും ഉള്ള വ്യൂ പോയിന്റ്, കാഴ്ചപ്പാട് ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ആൾക്കാരുടെ അടുത്ത് പെരുമാറുന്ന രീതി, പിന്നെ കുറച്ച് മുൻകൂട്ടി കാണാനുള്ളൊരു രീതിക്ക് നമുക്ക് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചിലപ്പം കുഴപ്പം വരാനോ അല്ലെങ്കിൽ ഇത് ചെയ്ത നന്മ വരാനോ മനസ്സിലാക്കാനുള്ളൊരു ചെറിയൊരു അറിവ് കൂടുതൽ, അങ്ങനെയൊക്കെ ഒരുപാട് നന്മകൾ കിട്ടി. ഒരുപാട് സന്തോഷം ഗുരു. നന്ദി ഗുരുജി. ഞാൻ ബേസിക് ലെവൽ 4 ഞാൻ ഗുരുജി പറഞ്ഞു തരുന്നതിൻ്റെ കൂടെ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ചെയ്യുമ്പോഴും ഭയങ്കര എഫക്റ്റീവാണ്. ഇപ്പം നട്ടെല്ലിലും മെഡുല്ലയിലും സഹസ്രാരത്തിലും ആജ്ഞാചക്രത്തിലൊക്കെ ഭയങ്കര, ആ പറയുമ്പം തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു പ്രകാശത്തിലേക്ക് തന്നെ പോവുകയാണ്. ഭയങ്കര എഫക്റ്റീവാണ്. ഒരു ചെറിയൊരു വൈബ്രേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു അതിൽ, ശരീരത്തിൽ ഭയങ്കര എഫക്റ്റീവാണ് അത്. എനിക്ക് ഭയങ്കര ഇതായിട്ട് അനുഭവപ്പെട്ടു. എനിക്ക് അതിൻ്റെ ഇതുവരെ ചെയ്തതിലും ഭയങ്കര എഫക്റ്റീവാണ് ഇത്. ചക്രാസെല്ലാം ഭയങ്കര ആക്റ്റീവായ പോലെ ഉണ്ട്. ശരീരമൊക്കെ ഭയങ്കര ഒരു ഊർജം ലഭിച്ച മാതിരിയുണ്ട്. നമ്മളിപ്പം കണ്ണടച്ചിരിക്കുമ്പം തന്നെ നമ്മൾ ആ പ്രകാശം, അത് കഴിഞ്ഞിട്ടും അങ്ങനെ കണ്ണടയ്ക്കുമ്പോഴേ നമ്മളെ ആ ഒരു പ്രകാശം എല്ലാ ഇതിലും, എല്ലാ ചക്രത്തിലും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. താങ്ക് യു ഗുരുജി. ഓക്കെ.